നമസ്കാരം. ഒരു സാധാരണ പ്രസവം കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങേണ്ട 23-കാരിയായ ഒരു യുവതി. പക്ഷെ അവൾ മടങ്ങിയത് നരകയാതനയിലേക്കായിരുന്നു. സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പോലും ആകാതെ, വിസർജ്യം നിയന്ത്രിക്കുവാനാകാതെ അവൾ ഇന്ന് കണ്ണീർ കുടിക്കുകയാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ കൈപ്പിഴ ജീവിതം തകർത്തത് ഒരാളുടെയല്ല. ഇപ്പോഴാ മറ്റൊരു നവജാത ശിശുവിന്റെ മരണത്തിനും അതേ ഡോക്ടർ കാരണമായി എന്ന് ആരോപണമുയർന്നു. ആരാണ് ഡോക്ടർ ബിന്ദു സുന്ദർ? നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഫെബ്രുവരി 17-നാണ് നാടിനെ നടുക്കിയ ആ വാർത്ത വന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയനിടെ ഒരു കുഞ്ഞ് മരിക്കുന്നു. സിസേറിയൻ വൈകിയതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഈ ശസ്ത്രക്രിയയ്ക്കും നേതൃത്വം നൽകിയത് ഡോക്ടർ ബിന്ദു സുന്ദർ ആയിരുന്നു. കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ ആശുപത്രി പരിസരം സംഘർഷഭരിതമായി. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ ഡോക്ടറെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ഈ ഡോക്ടറെ കുറിച്ച് നേരത്തെയും ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു. ഇത് നമ്മെ ഞെട്ടിക്കുകയാണ്. വിതര സ്വദേശിനി ഹസ്ന ഫാത്തിമയുടെ ജീവിതം നോക്കുക. 7 മാസം മുൻപാണ് ഹസ്ന അവിടെ സിസേറിയന് വിധേയയായത്. ശസ്ത്രക്രിയക്കിടെ അശ്രദ്ധമായി മുറിച്ചതുമൂലം മലദ്വാരത്തിലെ ഞരമ്പ് അറ്റുപോകുന്ന അവസ്ഥയുണ്ടായി. ഫലം ജനനേന്ദ്രിയത്തിലൂടെ വിസർജ്യം പുറത്തുവരുന്ന അതിദാരുണമായ അവസ്ഥ. മാസങ്ങളായി വയറിന് പുറത്ത് സ്റ്റോമ ബാഗ് ഘടിപ്പിച്ചാണ് ഈ യുവതി ജീവിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ ഒന്ന് എടുത്തു വളർത്താൻ പോലും കഴിയാത്ത ആ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഹസ്നയുടെ കേസിൽ പരാതി നൽകിയപ്പോൾ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണെന്ന ലാഘവത്തോടെയുള്ള മറുപടിയാണ് അധികൃതരിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ആ സംഭവം വാർത്തയായതോടെ ആരോഗ്യ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. ഹസ്നയുടെ പരാതിയിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇനിയും നിരവധി ശസ്ത്രക്രിയകൾ കഴിഞ്ഞാലേ ഈ യുവതിക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും. ഇതിന്റെയൊക്കെ ചിലവ് ആര് വഹിക്കും? സർക്കാർ ആശുപത്രികളെ വിശ്വസിച്ചെത്തുന്ന പാവപ്പെട്ട രോഗികളുടെ ജീവൻ പന്താടാൻ ആർക്കാണ് അധികാരം? നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ ബിന്ദു സുന്ദറിനെ മാറ്റിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമോ? ഇവർക്കെതിരെ ക്രിമിനൽ നടപടി വേണ്ടേ? ഇത്തരത്തിൽ ഇനിയും എത്ര പേർ ഇരകളാക്കപ്പെടണം അധികൃതർ കണ്ണു തുറക്കുവാൻ? ഹസ്നയ്ക്കും ആ മരിച്ച കുഞ്ഞിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ നമ്മൾ ഈ ശബ്ദം ഉയർത്തണം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ആ നാട്ടുകാരുടെയൊക്കെ ഉള്ളിൽ ഒരു തരം ഭയമാണ്. പ്രത്യേകിച്ച് ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് പോകുവാൻ. ഒരുപക്ഷെ ലോകത്ത് ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്ത അത്ര ക്രൂരമായ ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന്റെ കഥയാണ് അവിടെ നിന്ന് വരുന്നത്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ മാറടണയ്ക്കേണ്ട ഒരമ്മ സ്വന്തം ശരീരത്തിലെ വിസർജ്യം മൂലം നിയന്ത്രിക്കാനാകാതെ നരകിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. ഇതിനൊക്കെ എല്ലാം പിന്നിൽ തന്നെ ഒരു പേര് മാത്രമാണുള്ളത്, ഡോക്ടർ ബിന്ദു സുന്ദർ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അന്വേഷിച്ചു ചെന്നപ്പോൾ ഈ ഡോക്ടർക്കെതിരെ മുൻപും നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പലപ്പോഴും സ്വാധീനം ഉപയോഗിച്ച് ഇവർ ഇത് ഒതുക്കി തീർക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ നാട്ടുകാരും ബന്ധുക്കളും വെറുതെ ഇരിക്കുവാൻ തയ്യാറായില്ല. ആശുപത്രിക്ക് മുന്നിൽ വൻ പ്രതിഷേധം അലതല്ലി. ഒടുവിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് ഇടപെടേണ്ടി വന്നു. ഡോക്ടറെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചു. ഇനി അവരെ ആ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് അധികൃതർക്ക് ഉറപ്പ് നൽകേണ്ടി വന്നു. വെറുമൊരു നിർബന്ധിത അവധി കൊണ്ട് ഈ പ്രശ്നം തീരുമോ? ഹസ്നയ്ക്ക് നഷ്ടപ്പെട്ട ആരോഗ്യവും ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട കുഞ്ഞും തിരികെ ലഭിക്കുമോ? സർക്കാർ ആശുപത്രികളെ വിശ്വസിക്കുന്ന പാവപ്പെട്ടവന്റെ ജീവൻ പന്താടാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടികൾ ഇവർക്കെതിരെ ഉണ്ടായേ തീരും. 23 വയസ്സുകാരി ജനനേന്ദ്രിയത്തിലൂടെ ശരീരവിസർജ്യം പുറത്തേക്ക് പോകുന്നതിനെ തുടർന്ന് ദുരിതാവസ്ഥയിലാവുകയായിരുന്നു. ഇതിന് പരിഹാരമായി സ്റ്റോമ ബാഗ് വയറിന് പുറത്ത് ഘടിപ്പിച്ച് വിസർജ്യ വസ്തുക്കൾ പുറത്തെടുക്കാമെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. ജൂൺ 19-ന് സിസേറിയന് വിധേയയായ യുവതിക്ക് പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ജൂലൈ 30-ന് സ്റ്റോമ ബാഗ് ശരീരത്തിൽ ഘടിപ്പിച്ചു. എന്നിട്ടും ജനനേന്ദ്രിയത്തിൽ കൂടി വിസർജ്യം പുറത്തു വരുന്നത് തുടരുകയാണ്. വേദനയുമുണ്ട്. വിവാഹം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം ജനിച്ച 7 മാസം പ്രായമായ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് യുവതി. സിസേറിയൻ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് തുന്നലിട്ട ഭാഗത്തുകൂടിയാണ് വിസർജ്യം പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. മുറിവ് ഉണങ്ങുമ്പോൾ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ മുറിവ് ഉണങ്ങിയില്ല. 10-ാം നാൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴും സ്ഥിതി തുടർന്നു. ഒപ്പം കടുത്ത വേദനയും. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തുവെങ്കിലും ഫലമുണ്ടായില്ല. ജൂലൈ 14-ന് ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. തുടർന്നാണ് സ്റ്റോമ ബാഗ് ഘടിപ്പിച്ചത്. സിസേറിയൻ സമയത്ത് ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തുണ്ടാക്കിയ മുറിവ് ഭേദമായാൽ അതുവഴി വിസർജ്യം പുറത്തു വരുന്നത് നിലയ്ക്കും. എന്നിട്ട് ബാഗ് മാറ്റുമ്പോൾ വിസർജ്യം സാധാരണ രീതിയിൽ പുറത്തു പോകേണ്ടതാണ്. അതിനായി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഒക്ടോബർ 22-ന് യുവതി പ്ലാസ്റ്റിക് സർജറി നടത്തി. എന്നാൽ അത് ഫലം ചെയ്തില്ല. തുടർന്ന് കുടലിന്റെ കൂടുതൽ ഭാഗം ശരീരത്തിന് പുറത്ത് വയ്ക്കുവാനുള്ള ശസ്ത്രക്രിയ നവംബർ 5-ന് ചെയ്തു. 11-ന് വീട്ടിലെത്തിയിട്ടും വേദന കുറഞ്ഞില്ല.
ഡിസംബർ 6-ന് വീണ്ടും അഡ്മിറ്റായി. 23 വരെ ആശുപത്രിയിൽ തുടർന്നുവെങ്കിലും പരിഹാരമായില്ല. ജനനേന്ദ്രിയ ഭാഗത്ത് വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നും അതിന് 3 മാസം കാത്തിരിക്കണമെന്നുമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുവരെ വേദന സഹിക്കണമെന്നും പറഞ്ഞാണ് ഡിസ്ചാർജ് ചെയ്തത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വയറിന്റെ ഇടതുഭാഗത്തു കൂടി പഴുപ്പൊലിക്കുവാൻ തുടങ്ങി. അസഹ്യമായ വേദന കാരണം യുവതി കടക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ വീണ്ടും ശസ്ത്രക്രിയ ചെയ്ത് സ്റ്റോമ ബാഗിന്റെ സ്ഥാനം മാറ്റി. ഇനിയും 2 ശസ്ത്രക്രിയ കൂടി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് യുവതിയുടെ കുടുംബം. സംഭവത്തിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷിക്കുന്നതിനായി അഡീഷണൽ DMO, RCH ഓഫീസർ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ എന്നിവരടങ്ങുന്ന ടീം ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ചികിത്സാ രേഖകളുമായി ഹാജരാകണമെന്നും യുവതി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. പരാതി വിദഗ്ധ സംഘം പരിശോധിച്ചതായി നെടുമങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KV സുമി അറിയിച്ചിരുന്നു. ചികിത്സിച്ച ഡോക്ടർ നൽകിയ മറുപടിയും കേസ് ഷീറ്റുകളും മറ്റു രേഖകളും പരിശോധിച്ചതിൽ യുവതിക്ക് ആശുപത്രിയിൽ നിന്ന് ഗൈഡ് ലൈൻ പ്രകാരമുള്ള പരിചരണവും ചികിത്സ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സങ്കീർണതകളെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പിന്നീട് റെഫർ ചെയ്യുകയായിരുന്നു. 6 മാസത്തിനുള്ളിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് പരാതിയൊന്നും ആശുപത്രിയിൽ നൽകിയിട്ടില്ല. പരാതിക്കാരെ ഉൾപ്പെടുത്തി സർജറി വിഭാഗത്തിലെയും ഗൈനക്കോളജി വിഭാഗത്തിലെയും സീനിയർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തുടരന്വേഷണം നടത്തണമെന്നുമാണ് സൂപ്രണ്ട് അറിയിച്ചത്. അതേസമയം പ്രസവ ശസ്ത്രക്രിയയുടെ മരിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഗർഭിണിയുടെ ശസ്ത്രക്രിയ വൈകിയതാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്നും ഇക്കാര്യത്തിൽ വിശദീകരണം പോലും നൽകാതെ ഡോക്ടർ സ്ഥലം വിട്ടുവെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് 9ാം മാസത്തെ സ്കാൻ റിപ്പോർട്ട് കാണിക്കാൻ ഗൈനക്കോളജി വിഭാഗത്തിൽ നിരഞ്ജനാകൃഷ്ണനും ഭർത്താവും എത്തിയത്. തുടർന്ന് പ്രസവത്തിനായി യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ 4:30 ലേബർ റൂമിൽ കയറ്റി. നിരഞ്ജനയ്ക്കൊപ്പം മാതാവ് നിർമ്മലയും ലേബർ റൂമിൽ ഉണ്ടായിരുന്നു. 2 മണിയോടെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പുറത്തെത്തിയ ഉടൻ കുഞ്ഞ് മരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 വരെ പ്രസവം നടന്നില്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാമെന്ന് ഡോക്ടർ അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. തുടർന്ന് 2 മണിയായിട്ടും പ്രസവം ഉണ്ടായില്ല. തുടർന്ന് 2:20-ന് ആംബുലൻസിൽ മറ്റൊരു കെട്ടിടത്തിലെ ശസ്ത്രക്രിയ തിയേറ്ററിലേക്ക് മാറ്റി. അവിടെ എത്തി 10 മിനിറ്റിൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് പിന്നാലെ പിതാവ് ബിനിലിനെ വിളിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് വിവരം ബന്ധുക്കൾ അറിഞ്ഞത്. ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ആശുപത്രിയിൽ നിന്ന് മടങ്ങിയ ശസ്ത്രക്രിയ ഡോക്ടറും RMOയുമായ ബിന്ദു സുന്ദറിനെ 11ാം കല്ലിൽ കോൺഗ്രസ് പ്രവർത്തകർ കാർ തടഞ്ഞു പോലീസ് ജീപ്പിൽ തിരികെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KV സുമിയും എത്തി. ഇതിനിടെ SDPI, BJP പ്രവർത്തകരും സമരവുമായി എത്തുകയായിരുന്നു.